ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പാൽ പൊറോട്ട തയ്യാറാക്കാം. പൊറോട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതേപോലെ തന്നെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൽ പൊറോട്ടയ്ക്ക് വേണ്ടി ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ്. ഇതിന് പകരം പകുതി പാലും പകുതി വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതിയാകും. പാല് കൂടിപ്പോയാൽ പരത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുറേശ്ശെയായി ചേർത്തിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ ടവൽ ഇട്ടതിന് ശേഷം കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ആ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി മാറ്റാം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് മുട്ടയോ പുളിയില്ലാത്ത തൈരോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് രണ്ടും ചേർത്തിട്ടില്ല. ഇപ്പോൾ എല്ലാം ഞാൻ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് ആ നനഞ്ഞ ടവലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾസായി എടുത്തിട്ട് അല്പം മാവോ എണ്ണയോ തടവിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അത് കുറേശ്ശെയായി ഒഴിച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി 2 ഭാഗത്തു നിന്നും നടുവിലോട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കണം. ടവലിൻ്റെ അടിയിലേക്ക് തന്നെ വെച്ച് കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ ഇതങ്ങ് ഹാർഡായി പോകും. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും നമുക്ക് ഒന്ന് പരത്തി മടക്കിയെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. മറ്റേ പൊറോട്ടയെ പോലെ അടിക്കുകയോ വീശിക്കുകയോ ഒന്നും വേണ്ട. ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങ് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഓരോന്നായി എടുത്തിട്ട് മടക്കി വെച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലുതാകരുത്, ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതിയാകും. ചെറുതായി പരത്തിയെടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള ആ ലെയറൊക്കെ ഒന്ന് വിടർന്ന് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. അകത്ത് നെയ്യൊക്കെ പുരട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കുമ്പോഴേക്കും നല്ല ലെയറുകളായിട്ട് തിരിഞ്ഞു വരും. നിങ്ങൾക്ക് നെയ്യ് മാത്രം ചേർത്ത് ചുടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാകും. ഇപ്പോൾ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിലോ നെയ്യോ എന്താന്ന് വെച്ചാൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തേക്കണം. ഒരു ഭാഗം ചെറുതായി പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരുന്നത് കാണാം. അപ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്കിത് ഓരോന്നും ഇതുപോലെ തന്നെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൽ പൊറോട്ട എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലെയറായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനായിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് കഴിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ അത് പരത്തി ചുട്ടെടുത്താൽ മതിയാകും. അപ്പോൾ പൊറോട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ രീതിയിലുള്ള പൊറോട്ടയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.